ബാധ്യതയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് റബ്ബിനെ പഴിക്കുക എന്നുള്ളതാണ്. റബ്ബിനെ തെറി പറയാ, നമ്മുടെ അള്ളാഹുവിനെ, അല്ലെ, നമുക്കെല്ലാം നൽകി നമ്മെ പോറ്റി വളർത്തുന്ന, നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ, നമ്മൾക്ക് ഏറ്റവും നല്ല ദീന് തന്ന, അല്ലെ, നമ്മളൊന്നും അറിയാതെ തന്നെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പോലും നമുക്ക് ശ്വാസവും അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന ആ റബ്ബിനെ കുറിച്ച് തെറി പറയുക എന്നുള്ളത്, അല്ലെ. ചില ആളുകൾ അങ്ങനെയാണ്, റബ്ബിനെ കുറിച്ച് തെറി പറയാ, അതല്ലെങ്കിൽ റബ്ബിനെ ശപിക്കുക, അതല്ലെങ്കിൽ ദീനിനെ കുറ്റം പറയാ, ദീനിനെ ശപിക്കുക, ദീനിനെ കളിയാക്കി പറയാ, അതൊക്കെ ഇതിൽ പെട്ടുന്നാണ്. ഇതൊക്കെ റബ്ബിൻ്റെതാണ്, ദീന് റബ്ബിൻ്റെതാണ്. അതുകൊണ്ട് ദീനിനെ പഴിക്കാൻ പാടില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചില കോളേജുകളിലെ പെൺകുട്ടികളോടൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ അവർ ഉത്തരം പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. മഅദല്ലാഹ്, അല്ലെ, അങ്ങനെ നിസ്കരിക്കാതെ നമ്മള് മുസ്ലിം ആവുന്നില്ല എങ്കിൽ അങ്ങനത്തെ ഒരു മതം വേണ്ട എന്നൊക്കെ പറയുന്ന എത്ര ഗൗരവമുള്ള വിഷയമാണ്, എത്ര ഗൗരവമുള്ള വാക്കാണ്, അല്ലേ. അപ്പോ മതം നമ്മളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് തടയുന്നു എങ്കിൽ അത് നമ്മുടെ ഖൈറിനാണ്. അതിന്റെ പേരിൽ നമ്മൾ മതത്തെ കുറ്റം പറയാ, മതത്തെ മോശമായി പറയാ, മതത്തെ ശപിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലുള്ള കുഫ്റാണ്. നമ്മുടെ അഖീദ പൊളിഞ്ഞു പോകും, നമ്മുടെ വിശ്വാസം, ഈമാൻ പൊളിഞ്ഞു പോകുന്ന കാര്യമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ എന്തെങ്കിലും അപകടം ബാധിക്കുമ്പോ, അല്ലെ, എന്തെങ്കിലും മുസീബത്ത് ബാധിക്കുമ്പോ അങ്ങനെ പറയും, കുറ്റം പറയും, റബ്ബിനെ കുറ്റം പറയും. അപ്പൊ ആരെങ്കിലും നസീഹത്ത് തരുമ്പോ ഇല്ല, നീ ക്ഷമിക്കണം, റബ്ബ് എന്തെങ്കിലും ഖൈർ കണ്ടിട്ട്, അപ്പൊ പറയാം ഇജ്ജ് പോയിക്ക അവിടുന്ന്, അതിന്റെ ഒരു പടച്ചോൻ, അല്ലേ. ആൾക്കാര് സംസാരത്തിൽ പറയുന്ന വാക്കാണ്. ചിലപ്പോ അങ്ങനെയുള്ള വൈകാരിക നിമിഷങ്ങളിൽ റബ്ബിനെ കുറിച്ച് പറയുമ്പോ ആ റബ്ബിനെ പഴിക്കുന്ന ഒരവസ്ഥ, അത് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഒരു കാര്യമാണ്. അമലുകളെല്ലാം ബാത്തിലായി പോകും. റബ്ബിനെ കുറ്റം പറയാ, അതുപോലെ റബ്ബിന്റെ ദീനിനെ കുറ്റം പറയാ, റസൂലിനെ കുറ്റം പറയാ, അങ്ങനെയുള്ളത് എങ്കിൽ നമ്മുടെ ദീൻ പൊളിഞ്ഞു പോകും. കാലാകാലം നമ്മുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോയാൽ കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരും. ശിർക്ക് മാത്രമല്ല, അല്ലെ, നരകത്തിൽ നിത്യവാസികളാകുന്നത് ശിർക്ക് ചെയ്യുന്നവർ മാത്രമല്ല, കുഫ്രിന്റെ ആൾക്കാരും നരകത്തിൽ നിത്യവാസികളാണ്. അപ്പൊ ഇത് അള്ളാഹുവിനെ പഴിക്കുന്ന ആൾക്കാർ, അള്ളാഹുവിനെ ശപിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ ശപിക്കുന്ന ആൾക്കാർ, അവർ കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, സൂറത്തു തൗബയിൽ, ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ടും അവന്റെ ആയാത്തുകളെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും നിങ്ങൾ തമാശ പറയാണോ, നിങ്ങൾ കളിയാക്കി പറയാണോ എന്നാണ്. അതിൽ നിങ്ങൾ കളിതമാശ കളിക്കാണോ? ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. ഇത് ഈ ആയത്ത് ഇറങ്ങുന്നത് മുനാഫിക്കുകളുടെ വിഷയത്തിലാണ്. ചില മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചില കൽപ്പനകൾ അവർ എന്ത് ചെയ്തു, അവർ കളിയാക്കി പറഞ്ഞു. അപ്പോൾ അല്ലാഹു ഇറക്കാണ്, ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ടും അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടും അവന്റെ ആയാത്തുകളെ കൊണ്ടും നിങ്ങൾ കളിയാക്കുകയാണ്, കളിതമാശ കളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾക്ക് ഈമാൻ കിട്ടിയതിനു ശേഷം നിങ്ങൾ കുഫറിലായിരിക്കുന്നു, കാഫിറായി പോയി. അപ്പൊ അവര് പറഞ്ഞു എന്നാണ്, എന്ത്, ഇന്നമാ കുന്നാ നഖൂദു വ നൽഅബ്, നമ്മൾ തമാശക്ക് പറഞ്ഞതാണ്, നമ്മൾ കാര്യമായിട്ട് പറഞ്ഞല്ലോ, തമാശക്ക് പറഞ്ഞതാണെന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ അള്ളാഹ് എന്ത് പറഞ്ഞില്ല, അല്ലല്ല, അവര് കളവ് പറയാണ്, അവര് സത്യമായിട്ട് പറഞ്ഞതാണ് എന്നൊന്നല്ല പറഞ്ഞത്, മറിച്ച് കളിതമാശ പറഞ്ഞാലും എന്തായി, കാഫിറായി പോകുന്ന കാര്യമാണ് എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തന്റെ നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാം പൊളിഞ്ഞു പോകുന്ന കാര്യം എന്നുള്ള പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ ഒരു നാഖിലായിട്ട് പഠിപ്പിച്ചത് ഈ കാര്യമാണ്.
ദീനിന്റെ കാര്യത്തെ എന്തെങ്കിലും അള്ളാഹുവിനെയോ റസൂലിനെയോ ഒക്കെ പഴിക്കുക, ലാനത്ത് ചെയ്യുക, കളിതമാശയായിട്ട് എടുക്കുക എന്നുള്ളത് അത് ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയമാണ്. അപ്പോ ഇത് നമ്മൾ പറയുക മാത്രല്ല, അത്തരം വോയിസുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക, അല്ലെ? അത്തരം വോയിസുകൾ ഒരു തമാശക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുക, ദീനിനെ കളിയാക്കുന്ന, നിസ്കാരത്തെ കളിയാക്കുന്ന എത്ര നമുക്ക് വെറും കോമഡിയാണ് ആ വീഡിയോകളൊക്കെ. പക്ഷെ നമ്മുടെ ദീന് തന്നെ പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നിസ്കാരത്തെ എന്തെങ്കിലും കളിയാക്കുന്ന ഒരു മനുഷ്യന് ഇങ്ങനെ നിന്നിട്ടുണ്ടാവും. എല്ലാവരും റുക്കുവിലേക്ക് പോകുമ്പോ ഈ മനുഷ്യൻ ബാക്കിലേക്ക് പോകണം, ആള് തിരിഞ്ഞു നിന്നതാണ്. അപ്പൊ എന്താ, അതൊരു കളിയാക്കലാണ്. നമുക്ക് കളിതമാശകളൊക്കെ പറ്റും, പക്ഷെ ദീനിന്റെ വിഷയത്തിൽ ഒരിക്കലും കളിതമാശ പാടില്ല എന്നാണ് ദീൻ നമുക്ക് നിഷ്കർഷിക്കുന്നത്. അപ്പോൾ അത് ഗൗരവത്തിൽ തന്നെ എടുക്കുക. അത് നമ്മളും ആ നിലയ്ക്ക് ശീലിക്കുക, നമ്മളുടെ കുടുംബത്തെയും ആ നിലയ്ക്ക് ശീലിപ്പിക്കുക, മക്കളെയും നമ്മളുടെ കുടുംബത്തേക്ക് ആ നിലയ്ക്ക് ശീലിപ്പിക്കുക. ദീനിന്റെ വിഷയത്തിൽ ഒരിക്കലും അത്തരം കളിതമാശകൾ